ഒരുമിച്ച് ചേർന്ന ഒരു സൊസൈറ്റിയെ ചിതറിക്കുന്ന ഒരു സമീപനം അർജുൻ്റെ കുടുംബം എടുക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് വേണമെങ്കിൽ അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. ഇത് ചെയ്യരുത്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഒഴിവാക്കിയാൽ നന്നായിരിക്കും എന്നതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മനാഫിനെ ഗുരുതരമായ ഒരു പ്രശ്നത്തിന് നടുക്ക് നിർത്തുകയാണ്. എന്നിട്ട് അയാളുടെ ചാനലിൽ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അയാളെ ഒറ്റപ്പെടുത്തണമെന്ന് വേറെ ഭാഷയിൽ പറയാണ്. ഇയാളുടെ ചാനൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യണം, ഇയാളെ ഒറ്റപ്പെടുത്തണം. അത് പാടില്ലാത്ത ഒന്നായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന എന്താണ്, ഞാൻ രണ്ട് ഭാഗത്ത് നിൽക്കുകയല്ല, പക്ഷെ നമ്മൾ കാണുന്ന എന്താണ്, ഇപ്പോൾ അയാളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ 12,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലിൽ ഇപ്പോൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. 1,80,000 മനുഷ്യർ ഈ കുടുംബത്തോട് വിയോജിച്ചുകൊണ്ടാണ് അപ്പുറത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആ വിയോജിപ്പിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ട ഒരു കാര്യം അവർക്കുണ്ടായിരുന്നില്ല. ആ 1,80,000 പേരും അവരുടെ കൂടെ നിന്ന മനുഷ്യരാണ്. എന്തിനാണ് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചത്? കേരളത്തിൻ്റെ ഈ കൂട്ടായ്മയെ ചിതറിക്കുന്ന അങ്ങനെ അപക്വമായിട്ടുള്ള ഒരു നടപടിയായി പോയെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അതർവൈസ് അവർ തെളിവുകൾ